ശ്രീനാരായണ ഗുരുസ്വാമികളുടെ നാമധേയത്തിലുള്ള ഈ സേവാ നികേതൻ ട്രസ്റ്റ് ഒട്ടനവധി സേവനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് ചെയ്തു വരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ രാവിലെ കയറി വരുമ്പോൾ തന്നെ കുറേ ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് കയറി വന്നത്. അത്രത്തോളം വലിയ പുണ്യകർമ്മം വേറൊന്നുമില്ല. വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുക എന്നത് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലൊന്നാണ്. അത് കുറേ നാളുകളായി ചെയ്തു വരുന്ന ഈ സേവാനികേതൻ ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങൾ കോവിഡ് വന്ന കാലഘട്ടത്തെ ഓർമ്മിക്കുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 3500 രോഗികൾ അന്ന് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നൊരു ഘട്ടത്തിൽ കളക്ടറും അതുപോലെ തന്നെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറും ഒരു രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, കോവിഡ് വന്നു, ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, എല്ലാ കടകളും പൂട്ടി, ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു മാർഗവുമില്ല. ആയിരക്കണക്കിന് രോഗികൾ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്നു. ഇതധികം ദിവസം നിന്നാൽ വലിയ രൂപത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത്. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലുള്ള ഹോട്ടൽ വാടകയ്ക്ക് എടുത്ത് അന്ന് മുതൽ ഭക്ഷണം കൊടുത്തു തുടങ്ങി. കോവിഡ് അവസാനിക്കുന്ന ഘട്ടം വരെ കൊടുത്ത് ഏതാണ്ട് 15,65,000 പേർക്ക് ഞങ്ങളന്ന് സൗജന്യമായി കോവിഡ് തീരുന്നോടം വരെ ഉച്ചഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും കൊടുത്തു. കോവിഡ് രോഗികൾക്കും 3 നേരവും കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ മറ്റൊരു സങ്കേതം കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ശ്രീനാരായണ സേവാനികേതൻ ട്രസ്റ്റായിരുന്നു. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. അപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടതാണ്, നമ്മുടെ പല ജില്ലകളിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ഒരുപക്ഷെ ഡോക്ടർമാർ എത്ര മരുന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ശുശ്രൂഷയൊക്കെ നൽകിയാലും അന്നം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ മരുന്ന് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അന്നാണെങ്കിൽ കോവിഡ് ആയിരുന്നുകൊണ്ട് പലരും പുറത്തിറങ്ങാത്ത കാലഘട്ടമാണ്. രോഗികളെ കണ്ടാൽ വിട്ടുകൂടുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ ആ സമയത്തും ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ വാർഡിലും കയറി ഇറങ്ങി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനുമെല്ലാം അന്ന് മുന്നോട്ട് വരുമ്പോൾ അതിൽ മറ്റൊരു കൂട്ടരെ കണ്ടത് ഇവിടെ ഈ സേവാനികേതനിലെ പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് അന്നം കൊടുക്കുന്നു. ഇനി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. നിശ്ചയമായും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധി എന്ന രൂപത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ചെയ്യാനുണ്ടാകുമെന്ന കാര്യവും സൂചിപ്പിക്കുക. നമ്മളിപ്പോൾ മണ്ഡലത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ചാഴികാടൻ റോഡ് മാത്രമല്ല, ഈ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്ത് ഇനി ഒരു PWD റോഡ് പോലും ചെയ്യാനില്ല എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ്. ഇതുകൂടാതെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ വരുന്ന 16-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് നമ്മുടെ സർജിക്കൽ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഏതാണ്ട് ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ ബ്ലോക്കാണ്. അത് കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററുമാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ കാർഡിയോളജിയുടെ സെക്കൻഡ് ഫേസ് ഇപ്പോൾ നബാർഡിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് തീർത്തു കഴിഞ്ഞു. അതിൽ 36 കോടി രൂപ മുടക്കിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇവിടെ തുറക്കാൻ പോവുകയാണ്. സ്കിൻ ബാങ്ക് തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കണ്ടാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയാൽ അതിൻ്റെ കവാടങ്ങളെല്ലാം പഴയ ആ ജീർണിച്ച അവസ്ഥയിൽ മാറി എല്ലാം മനോഹരമായി എല്ലാ പശ്ചാത്തല സൗകര്യവും ആ രൂപത്തിൽ വന്ന രോഗികൾക്ക് ഇന്ന് ഏറ്റവും വലിയ രൂപത്തിൽ മുന്നോട്ട് പ്രതീക്ഷ നൽകുന്നൊരു സങ്കേതമായി ഇത് മാറിയപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ കേട്ട ഒരു വാർത്ത, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ നേരിട്ട് പോയി അനുമോദിച്ചുമായൊരു വാർത്ത, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യമായി ലങ്സ് മാറ്റിവെച്ച അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം മാറ്റിവെച്ച ഒരു ശസ്ത്രക്രിയ നടന്നത്. പിന്നെ നടന്നത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലാണ് എന്നുള്ള സന്തോഷ വാർത്ത ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഒരു രോഗിക്ക് 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ ജയകുമാർ നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ശ്വാസകോശം മാറ്റിവെക്കുന്നതോടെ അടക്കമുള്ള കാര്യം വരുന്നതോടുകൂടി ഈ മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും അടക്കം നടക്കുന്ന മെഡിക്കൽ കോളേജായും ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജായും ഇത് മാറിത്തീർന്നിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങ് കർണാടകത്തിൽ നിന്ന് രോഗികൾ ഇവിടെ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് രോഗികൾ വരുന്നുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വരുമ്പോഴും അവർക്ക് സഹായം ലഭിക്കാതെ വരുമ്പോഴുമൊക്കെ ഇതേപോലുള്ള സങ്കേതങ്ങളാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്നത് എന്നതാണ് ഇതിലേറവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രീ രാജേന്ദ്ര പ്രസാദ് സൂചിപ്പിച്ചപ്പോൾ അവരെ താമസിപ്പിക്കാൻ, അവർക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ, അങ്ങനെ വരുന്നവർക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ ക്രമീകരണം ഉറപ്പാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കാൻ എൻ്റെ കഴിവുകൾ കൂടി ഞാൻ വിനിയോഗിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് ഇവിടെ പ്രധാനമായും നമുക്ക് ഈ സങ്കേതത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി പ്രത്യേകിച്ച് സേവനബോധമുള്ള ഒരു വലിയ ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യന് വേണ്ടി ചെയ്യാവുന്ന, അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു വിശ്വമാനവിയുടെ സന്ദേശം ഉയരുക. ആ വിശ്വമാനവിയുടെ സന്ദേശമാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ഉയർത്തിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുസ്വാമികൾ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികരിൽ ഒരുപക്ഷെ വിശ്വഗുരു എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന, ഇന്ന് നമ്മുടെ ലോകത്തെ പ്രപഞ്ച ശക്തികളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുസ്വാമികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ വിശ്വ ഗുരുവായി കാണുന്ന ശ്രീനാരായണ ഗുരുസ്വാമികൾ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം, നമ്മൾ മറ്റു സന്യാസിവര്യന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശ്രീനാരായണ ഗുരുസ്വാമികൾ മാത്രം കാഷായ വസ്ത്രം ധരിച്ച സന്യാസിയല്ല. മറ്റു സന്യാസിവര്യന്മാരെല്ലാം കാഷായ വസ്ത്രം ധരിച്ചവരാണ്. ആകെ ഒരു പ്രാവശ്യം ഗുരുദേവൻ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ളൂ. അത് സിലോഡിന് പോകുന്ന സമയത്ത് ശിഷ്യഗണങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചു. സിലോഡിന് പോകുമ്പോൾ കാഷായ വസ്ത്രം വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒറ്റ പ്രാവശ്യം അദ്ദേഹം ഈ കാഷായ വസ്ത്രം ധരിച്ചു. മറ്റെല്ലാ ഘട്ടങ്ങളിലും ശുഭ്രവസ്ത്രധാരിയായിരുന്നു. അതാണ് ശ്രീനാരായണ ഗുരു. ആ വസ്ത്രത്തിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ആ ചിന്തകളിൽ വന്നിട്ടുള്ള മാറ്റം, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തി മാത്രം. ബാക്കിയുള്ളതെല്ലാം ഭൗതിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ദാർശനിക വീക്ഷണങ്ങളാണ്. അതാണ് സംഘടന കൊണ്ട് ശക്തരാവാനും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും, ശുചിത്വബോധം നമ്മൾ ഉണ്ടാവാനും, അതുപോലെ കൃഷി തുടങ്ങാനും, വ്യവസായം തുടങ്ങാനും, പരിശീലനത്തിന് പോകാനും, മറ്റ് ട്രെയിനിങ് സമയമെല്ലാം ഉണ്ടാകണം എന്ന് പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരെണ്ണം മാത്രമേ ഭക്തി പറഞ്ഞു. അപ്പോൾ ബാക്കി 7 കാര്യങ്ങളും നമ്മുടെ വളർച്ചയ്ക്ക്, മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ ഉയർത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വീക്ഷണങ്ങളാണ്. അതാണ് മറ്റ് ആത്മീയ ചിന്തകരിൽ നിന്ന്, സന്യാസിവര്യന്മാരിൽ നിന്ന് വേർതിരിക്കുന്ന ശ്രീനാരായണ ഗുരുസ്വാമിക്കുള്ള സുപ്രധാന ഘടകം അതാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ദാർശനിക വീക്ഷണങ്ങൾ ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതും രണ്ടും കൂട്ടിച്ചേർക്കുക. ആദ്യത്തേത് അരിയുപ്പുറത്തെ പ്രതിഷ്ഠയും വിപ്ലവവുമാണ്. എന്തായിരുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ല, സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം ആലേഖനം ചെയ്ത മനോഹരമായ ആ ഈരടികളാണ്, കാവ്യഭാവനയാണ് ആദ്യത്തെ സന്ദേശം. അവസാനത്തേതോ 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വിളിച്ചു ചേർത്ത ലോക സർവമത സമ്മേളനം. പലമതസാരവും ഏകമെന്നതാണ് എൻ്റെ സന്ദേശം. പലമതസാരവും ഏകമെന്ന സന്ദേശം എത്രയോ ഉന്നതങ്ങളിലുള്ള വീക്ഷണമാണ്. അതാണ് ലോകം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഗുരുദേവന്റെ സന്ദേശങ്ങളുണ്ട്. നാനാജാതി മതസ്ഥരെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നടത്തിയ ആ സമ്മേളനമാണ് സർവമത സമ്മേളനം, പലമതസാരവും ഏകം. അവിടെയാണ് ഗുരുദർശനത്തിന്റെ പ്രസക്തി കാണേണ്ടത്. ആ ഗുരുദർശനത്തിന്റെ പ്രസക്തി ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരാളുണ്ട് ഈ അടുത്ത കാലത്ത്. ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് വന്ന സുനിത വില്യംസ്. ആ സുനിത വില്യംസിന്റെ അടുത്ത ദിവസത്തെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, പത്രങ്ങളിലൊക്കെ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. ആ സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു ഗോളമാണ്. ഇവിടെ ഒരു ഗോളത്തിൽ എന്നുവെച്ചാൽ പല ഗോളങ്ങളിൽ ഒന്നായിട്ടാണ് കാണുന്നത്. ആ ഗോളത്തിലെ മനുഷ്യൻ എന്തിന് ഭിന്നിക്കുന്നു എന്നാണ് അവർ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ പ്രസംഗിച്ച വാചകത്തിൽ ചോദിച്ചത്. നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാം ഒന്നല്ലേ? കുടിക്കുന്ന വെള്ളമെല്ലാം ഒന്നല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഭിന്നിക്കുന്നത്? എന്നുവെച്ചാൽ
ജാതി മതാന്തര ഭേദത്താൽ ഭിന്നിക്കുന്നവരെല്ലാം നമ്മൾ എന്ന് പറയണമെന്ന ചോദ്യത്തിലേക്കാണ് സുനിത വില്യംസിന്റെ ആശയം വരുന്നത്. ഇതാണ് ഗുരുദേവൻ ഉയരത്തിൽ പഠിച്ചത്. നമുക്ക് ഇതിന്റെ പേരിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ നമുക്ക് ഭിന്നിക്കാൻ പാടില്ല. അവിടെ നമുക്ക് യുക്തിവാദി സഹോദരൻ അയ്യപ്പനോട് എന്താ പറഞ്ഞത്? അയ്യപ്പൻ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതുമാകാം. അത് ജനാധിപത്യത്തിന്റെ ഒരു വിശാല വീക്ഷണത്തിലാണ് ഗുരുദേവൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ കൂടെ കൂടിയവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് വിപുലവും വിശാലവുമായ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ആ ദാർശനിക രൂപം ഉയർന്നു വന്നതെങ്കിൽ ആ ദാർശനിക രൂപത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സങ്കേതം മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുന്നു എന്ന വിശ്വമാനവിയാണ് ഇവിടുന്ന് ഉയരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സുനിലിനെയും രാജേന്ദ്ര പ്രസാദിനെയും എല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നാളുകളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ. അതുവഴി നിരവധി അനവധി അശരണരായിട്ടുള്ള രോഗികൾക്കടക്കം ആശ്വാസത്തിന്റെ കിരണങ്ങൾ പകരുന്നൊരു സങ്കേതമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആനന്ദ നികേതന്റെ 2ാമത് വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഗുരുനാരായണ സേവാ നികേതൻ ട്രസ്റ്റിന്റെ ആനന്ദ് നികേതൻ വാർഷികത്തിൽ വന്ന നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം, അതിലേറെ അഭിമാനം. ഇവിടെ 2ാം വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട മന്ത്രി പ്രസംഗിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. 2 വർഷം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇതിലിരട്ടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇത് ഗുരുദേവന്റെ അനുഗ്രഹത്തിൽ തുടങ്ങിയതാണ്. ഗുരുദേവന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയാകും, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, അത് വിസ്താരം വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം ഞാൻ സർവ്വസമ്മേളനത്തിന് 100ാം വർഷം വത്തിക്കാനിൽ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ ചെയ്യാൻ സാധിക്കും. എനിക്ക് വത്തിക്കാനിൽ യാതൊരു ബന്ധവുമില്ല. ആ സമയത്ത് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയെ പങ്കെടുപ്പിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നി നടക്കാത്തൊരു കാര്യം എന്നെ സ്വാമിമാരെ ഏൽപ്പിച്ചു. ഞാനത് 2023 ഞാൻ MLA വർഷം നവംബറിൽ ഏൽപ്പിച്ചൊരു കാര്യം ഓഗസ്റ്റ് വരെ ശ്രമം നടത്തി. 2024 ഒന്നും നടന്നില്ല. ഞാൻ വിചാരിച്ചു നടക്കാൻ പോകുന്നില്ല, ഇത് സ്വാമിമാരെന്നെ പഞ്ഞിക്കിടുമെന്ന് വിചാരിച്ചു. പഞ്ഞിക്കാരൻ ഇവിടെ ഇരിക്കുന്നോണ്ടല്ല പഞ്ഞിക്കിടും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവസാനം ബ്രിട്ടനിലേക്ക് പോയി, അവിടെ നിന്ന് ഒന്നുകൂടെ ശ്രമിച്ചേക്കാം, യൂറോപ്പിൽ പോയി ഒന്ന് നോക്കാം. അപ്പോൾ എന്നെ ശിവരി മഠം തന്നെ അയച്ചു. അവിടെ ചെന്നു. ആദ്യം ഓഗസ്റ്റ് 1 ഞാൻ ഇത് ഓർക്കുന്നു, ഓഗസ്റ്റ് 1 ശിവരി മഠത്തിന് പുറത്തുള്ള ഇംഗ്ലണ്ടിലെ ഒരു മഠത്തിൽ നിന്നാണ് തുടങ്ങിയത്. മോശം പറയാൻ പറ്റത്തില്ലോ. ഓഗസ്റ്റ് 13 12 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ മാർപ്പാപ്പയെ കാണുവാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഈ അവസരത്തിൽ ഓർത്തു. ഈ സർവ്വസമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതിന് പിന്നെ ഒരു ഗുണമുണ്ടായി. ലോകത്തിലെ ഒരുവിധം സർവ്വ മത നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞു. ഏറ്റവും അവസാനം ഓഗസ്റ്റ് 13 ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ജനുവരി 13 ദലൈലാമയെ കാണുവാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ലോകത്തെമ്പാടും പോയി ഇതേപോലുള്ള വലിയ മനുഷ്യരെ കാണുവാനും അവരുടെ സ്നേഹവും അനുഗ്രഹവും കിട്ടുവാനൊക്കെ വലിയ ഭാഗ്യമുണ്ടായി. ആ സർവ്വസമ്മേളനത്തിന്റെ 100ാം വർഷം ഗുരുദേവൻ എന്ത് ആഗ്രഹിച്ചു? 100 വർഷങ്ങൾക്കപ്പുറം ലോകം എന്ത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചോ അത് കേട്ടുകൊണ്ടിരിക്കുക. എന്ന് വത്തിക്കാനിൽ നടന്നപ്പോൾ ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ അത് ശ്രദ്ധ വന്നു. പിന്നെ അത് ഇംഗ്ലണ്ടിൽ നടന്നു, റഷ്യയിൽ നടക്കാൻ പോകുന്നു, ബഹ്റൈനിൽ നടന്നു, ദുബായിൽ നടന്നു. ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത് ചെന്നൈയിൽ നടക്കാൻ പോകുന്നത് കേൾക്കുന്നു. ഇപ്പോൾ ലോകമെമ്പാടും ഈ സർവ്വ സന്ദേശം എത്തുവാൻ അത് ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. 100 വർഷങ്ങൾക്കപ്പുറം ഈ ശബ്ദം ലോകം കേൾക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ആഴിമല ക്ഷേത്രത്തിൽ പോയി. ഞാൻ 2-3 വർഷം മുമ്പ് പോയിട്ടുണ്ട് ആഴിമല ക്ഷേത്രത്തിൽ. ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പോയി. ഞാൻ പ്രത്യേകിച്ച് അവിടെ ആ ശിവന്റെ പ്രതിമ വലിയ, നിങ്ങളെല്ലാം TV കണ്ടു കാണും, അത് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. വലിയൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ആ പ്രതിമയേ ഉള്ളൂ. പക്ഷേ 2-3 വർഷങ്ങൾക്കിപ്പുറം അവിടെ ചെന്നപ്പോൾ ആ അമ്പലത്തിന്റെ വളർച്ച കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. കാരണം അവിടെ തൊട്ട് പുറകിലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നിരിക്കുന്നത്.
ഇപ്പൊ ഏത് ഷിപ്പ് വന്നാലും ഈ ഒരു ക്ഷേത്ര സാന്നിധ്യത്തിലൂടെയാണ് അത് കടന്നു പോവുക. അതുപോലെ തന്നെ ആ അമ്പലത്തിന് വന്ന മാറ്റം, അവിടെ ദിവസം അന്നദാനം നടക്കുന്നു, അവിടെ ഒരു ആത്മീയ കേന്ദ്രമായി ഒരു മെഡിറ്റേഷൻ ഹാൾ വരുന്നു, അതുപോലെ തന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടാകുന്നു. അത് പോയി കാണുന്ന ആർക്കും എൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായ വളർച്ച. ഞാൻ പിന്നെ ഓർത്തു, ഗുരുദേവൻ ചെയ്യുന്ന ഒന്നും തെറ്റാറില്ല. അദ്ദേഹം നോക്കി സ്ഥലം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭൗതികമായിട്ടല്ല, ആത്മീയമായിട്ടുള്ള വളർച്ച കൂടി, ആത്മീയമായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അതൊരു കേന്ദ്രമായി മാറാൻ പോവുകയാണ്. അത് കേരളത്തിന്റെ മാത്രമല്ല, ഭാരതത്തിന്റെ തന്നെ ഒരു സ്പിരിച്വൽ സെന്ററായി മാറുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഒരു പോർട്ട്, അത് ഈ നാടിന്റെയും ഈ രാജ്യത്തിന്റെയും ഒരു വാതിലായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഗുരുദേവൻ ആ അമ്പലം അവിടെ വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭാവിയിലേക്കും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിഭാവന ചെയ്യുന്ന ഗുരുദേവന്റെ പേരിലാണ് ഇത് വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2ാം വർഷം ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ 50 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. എല്ലാ ആശംസകളും നേരുന്നു. നീണ്ട പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഞാൻ ഒന്നാതെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല. ഇനി ഞാൻ പ്രസംഗിച്ച എന്നെ കൈവെക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഗുരുദേവന്റെ നാമം എന്നും ഉയർന്നിരിക്കും. ഗുരുദേവന്റെ ഇവിടെ സൂചിപ്പിച്ചു വിശ്വഗുരു, ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ലോക ഗുരുവാണ്. കാരണം നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ മതം, നമ്മുടെ ജാതി, നമ്മുടെ പാർട്ടി. ഇപ്പൊ പാർട്ടി കൂടെ പറയണത്, അന്ന് പാർട്ടിയില്ല, അല്ലെ അന്നും പറഞ്ഞാൽ ഒരു ജാതി, ഒരു ദൈവം, ഒരു പാർട്ടി എന്ന് കൂടെ പറഞ്ഞാൽ മനുഷ്യ പാർട്ടി, മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള പാർട്ടി. നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ ഗുരുദേവൻ അങ്ങനെ ആഗ്രഹിക്കും. ഗുരുദേവന്റെ വീക്ഷണം എന്താണ്? നമ്മൾ അങ്ങനെയാണ് ഒരു ലോകത്തെ കാണേണ്ടത്. ഗുരുദേവന്റെ വീക്ഷണത്തിലൂടെ ലോകത്തെ കാണുവാൻ സാധിക്കും. അദ്ദേഹം കണ്ടത് സർവ്വ മനുഷ്യരെയും ഒന്നായി, എല്ലാവരും ഒന്നാണെന്നുള്ള ആ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ നമുക്കിന്ന് ആ കണ്ണാടി വെച്ച് നമുക്ക് കാണും. ഗുരുദേവന്റെ കണ്ണാടിയിലൂടെ ലോകത്തെ കാണുവാൻ സാധിക്കണം. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് കൂടി ഞാൻ അഭിമാനത്തോടു കൂടി പറയും. തീർച്ചയായിട്ടും ആ ഗുരുദേവന്റെ ദർശനം നമ്മൾ നയിക്കട്ടെ, ഗുരുദേവൻ നമ്മളെ നയിക്കട്ടെ, നമ്മുടെ നാട് മാറട്ടെ, നമ്മുടെ നാട് അഭിവൃദ്ധി നേടട്ടെ, നമുക്ക് ആത്മീയതയോടൊപ്പം തന്നെ ഭൗതികമായ വളർച്ചയുണ്ടാകട്ടെ. നമ്മുടെ കേരളം ലോകത്തെ മാറ്റുവാൻ ശേഷിയുള്ള നേതാക്കന്മാരെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇനി വേണ്ടത് കേരളം മാറുക, നമ്മുടെ കോട്ടയം മാറുക, നമ്മുടെ നാട് മാറുക. എന്നാൽ മാത്രമേ നമ്മുടെ തലമുറയോട്, നമ്മുടെ പൂർവികർ നമ്മളോട് നീതി കാണിച്ചു. എങ്ങനെയാ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരുവാൻ അവരുടെ ജീവിതം ബലികഴിച്ചെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് നേടിക്കൊടുക്കുന്നത്? അവർ വരുമ്പോൾ ഈ നാട് ഏറ്റവും ഭംഗിയുള്ളൊരു ഭവനമായി തീരണം. ഈ നാട്ടിൽ ആർക്കും സഞ്ചരിക്കുവാൻ സാധിക്കണം, ആർക്കും ഭക്ഷണം കിട്ടുവാൻ സാധിക്കണം, ആർക്കും തൊഴിലെടുത്ത് ജീവിക്കുവാൻ സാധിക്കണം. ലോകത്തെമ്പാടും പറഞ്ഞു വിടുകയില്ല. ഇനി വരുന്ന തലമുറയോട് നമുക്ക് ആ ക്രൂരത പാടില്ല. നമുക്ക് പല തെറ്റുകൾ പറ്റി. അത് തെറ്റിലൊന്നാണ് നമ്മുടെ ചെറുപ്പക്കാരെ ലോകത്തിലോട്ട് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ പറഞ്ഞു, നീ വിദേശത്തേക്ക് പോകാനാ പറയുന്നത്. നമ്മുടെ സംസ്കാരം വിട്ട് എവിടെ പോകാനാ? നമ്മുടെ സംസ്കാരം വിട്ട് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ലോകത്ത് ഇതുപോലൊരു സംസ്കാരമില്ല. നമുക്ക് പല ആത്മീയമായ നേട്ടങ്ങളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഭൗതികതയ്ക്ക് വേണ്ടി ആത്മീയതയെ നമ്മൾ മാറ്റിവെച്ചിരിക്കുക. പക്ഷെ അത് മാറ്റിവെക്കാൻ പാടില്ല. ഭക്തിയില്ലാത്ത വ്യക്തിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഗുരുദേവന്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. ഭക്തിയില്ലെങ്കിൽ അർത്ഥമില്ല. കഴിഞ്ഞ ദിവസം ഒരു കണ്ടില്ലേ, ഒരമ്മയെ സ്വന്തം മകൾ വാരിയല്ല അടിച്ചൊടിച്ചിരിക്കുക. ഏറ്റുമാരുകാരൊന്നും വായിക്കുന്നില്ല എന്ന് തോന്നി. അനക്കമില്ലല്ലോ. നേരത്തെ പറഞ്ഞപ്പോൾ ചിരിച്ചു, ഇപ്പൊ മിണ്ടുന്നില്ല. മോൾ അടിച്ചുകൊണ്ടായിരിക്കും. ഒരമ്മയെ ഒരു മകൾ അടിച്ചു ഇല്ലേ, അത് വാർത്തയായി വരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചുപോക്കാണ്. ആ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഉറപ്പിക്കണം, നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിർത്തുവാൻ, ഈ രാജ്യത്ത് നിർത്തുവാൻ, ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, വിദേശത്തെ മാറ്റം കണ്ട് അഭിമാനിക്കുവാനല്ല, ഇവിടെ മാറ്റം കൊണ്ടുവരുവാൻ നമുക്കൊന്നിരിക്കണം. അതിന് സാധിക്കട്ടെ. ഈ ആനന്ദികത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.